പ്രിയ സുഹൃത്തുക്കളെ, ജൂൺ 24 വിശുദ്ധ യോഹന്നാൻ്റെ ജനന തിരുനാൾ നാം ആഘോഷിക്കുകയാണല്ലോ. ചരിത്രത്തിൽ പല മഹാന്മാരും ജീവിച്ചിരുന്നു. എന്നാൽ സ്വന്തം മഹത്വം തേടാതെ മറ്റൊരാളുടെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. രാജാവിൻ്റെ മുമ്പിൽ സത്യം പറയുവാൻ ധൈര്യം കാണിച്ചവൻ, മരുഭൂമിയിൽ നിന്ന് മാനസാന്തരത്തിൻ്റെ സന്ദേശം മുഴക്കിയവൻ, യേശുക്രിസ്തുവിൻ്റെ വരവിനായി ജനങ്ങളെ ഒരുക്കിയവൻ. അവനാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. ഇന്ന് നമുക്ക് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജീവിതവും സന്ദേശവും നമ്മുടെ ജീവിതത്തിനുള്ള പാഠങ്ങളും മനസ്സിലാക്കാം. ഒന്നാമതായി, വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ അത്ഭുത ജനനമാണ്. യോഹന്നാൻ്റെ മാതാപിതാക്കൾ സഖറിയായും എലിസബത്തുമായിരുന്നു. അവർ ദൈവഭക്തരായിരുന്നെങ്കിലും പ്രായമായിട്ടും സന്താനങ്ങളില്ലായിരുന്നു. ഒരു ദിവസം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ സഖറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് നീ പേര് നൽകണം. ഈ വാർത്ത കേട്ട് സഖറിയ സംശയിച്ചു. അതിനാൽ കുഞ്ഞ് ജനിക്കുന്നതുവരെ അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടമായി. ദൈവം അസാധ്യമായ സാഹചര്യങ്ങളിലും തൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് യോഹന്നാൻ്റെ ജനനം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, യോഹന്നാൻ്റെ മരുഭൂമിയിലെ ജീവിതമാണ്. യോഹന്നാൻ രാജകൊട്ടാരങ്ങളിലോ ആഡംബര ജീവിതത്തിലോ വളർന്നവനല്ല. അവൻ മരുഭൂമിയിൽ ജീവിച്ചു. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ഇതൊരു സന്ദേശമായിരുന്നു. ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ പുറം ഭംഗിയല്ല, വിശുദ്ധമായ ഹൃദയമാണ് വേണ്ടത്. ഇന്നത്തെ ലോകം നമ്മെ പുറം കാഴ്ചകളിലേക്ക് ആകർഷിക്കുമ്പോൾ യോഹന്നാൻ നമ്മെ ലാളിത്യത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു. മൂന്നാമതായി, മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ്. യോഹന്നാൻ്റെ പ്രസംഗം വളരെ വ്യക്തമായിരുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ജനക്കൂട്ടത്തോട് മധുരവാക്കുകൾ പറഞ്ഞില്ല, സത്യം തുറന്നു പറഞ്ഞു. ജനങ്ങൾ പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അവൻ്റെ പ്രസംഗം കേട്ട് ആയിരക്കണക്കിന് ആളുകൾ യോർദാൻ നദിയിൽ വന്ന് സ്നാനം സ്വീകരിച്ചു. ഇന്നും യോഹന്നാൻ്റെ ഈ സന്ദേശം പ്രസക്തമാണ്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവ ന്യായീകരിക്കുകയല്ല വേണ്ടത്. ദൈവസന്നിധിയിൽ സമ്മതിച്ച് മാറ്റത്തിന് തയ്യാറാകുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. നാലാമതായി, യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തവനാണ് യോഹന്നാൻ. യോഹന്നാൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു. ഒരു ദിവസം യേശു യോർദാനിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ പ്രഖ്യാപിച്ചു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എല്ലാവരുടെയും ശ്രദ്ധ തൻ്റെ മേൽ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന സമയത്താണ് അവനിത് പറഞ്ഞത്. ഒരു യഥാർത്ഥ നേതാവ് ആളുകളെ തൻ്റെ അടുത്തേക്ക് വിളിക്കുകയല്ല ചെയ്യുന്നത്, അവരെ ദൈവത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തി നേടുന്ന കാലത്ത് യോഹന്നാൻ നമ്മെ വിനയത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നു. വിനയത്തിൻ്റെ മാതൃകയാണ് അഞ്ചാമതായി യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. യോഹന്നാൻ പറഞ്ഞ ഏറ്റവും മനോഹരമായ വാക്കുകളിലൊന്ന് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്നതാണ്. എത്ര വലിയ ആത്മീയ പാഠമാണിത്. ഇന്ന് പലപ്പോഴും നാം നമ്മുടെ മഹത്വം തേടുന്നു. എന്നാൽ യോഹന്നാൻ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് ഏറ്റവും പ്രധാനം എന്നതാണ്. യഥാർത്ഥ മഹത്വം സ്വയം ഉയർത്തുന്നതിനല്ല, ദൈവത്തെ ഉയർത്തി കാണിക്കുന്നതിലാണ്. ആറാമതായി, സത്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുക. യോഹന്നാൻ ഒരിക്കലും സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. രാജാവായ ഹെറോദേസിൻ്റെ തെറ്റായ ജീവിതത്തെ അവൻ തുറന്നു കാട്ടി. അത് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അവനെ ജയിലിലടച്ചു, പിന്നീട് തലവെട്ടി കൊല്ലുകയും ചെയ്തു. എന്നാൽ മരണത്തിൻ്റെ ഭീഷണി പോലും യോഹന്നാനെ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. ഇന്ന് സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ പലരും ഭയപ്പെടുമ്പോൾ യോഹന്നാൻ ധൈര്യത്തിൻ്റെ മഹത്തായ മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്നത്തെ ജീവിതത്തിനുള്ള സന്ദേശമാണ് യോഹന്നാൻ്റെ ജീവിതം. വിശുദ്ധ സ്നാപക യോഹന്നാൻ ഇന്ന് നമ്മോട് പറയുന്നത്, മാനസാന്തരപ്പെടുക, ലളിതമായി ജീവിക്കുക, ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ നിർത്തുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, വിനയമുള്ളവരാവുക, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക. യോഹന്നാൻ്റെ ജീവിതം ഒരു വിളക്ക് പോലെയാണ്. അവൻ സ്വയം പ്രകാശമാകാൻ ശ്രമിച്ചില്ല. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിലേക്ക് എല്ലാവരെയും നയിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജീവിതം നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ദൈവം നമ്മെ മഹാത്മാരാകാൻ വിളിക്കുന്നില്ല, വിശ്വസ്തരാകാനാണ് വിളിക്കുന്നത്. മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച ഒരു ശബ്ദം
ഇന്നും ലോകമെമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ. നമ്മുടെ ജീവിതവും ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന ഒരു സാക്ഷ്യമാകട്ടെ. അതിനായി വിശുദ്ധ സ്നാപക യോഹന്നാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഏവർക്കും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാൾ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.